ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴത്തോരും മുൻപേടെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പൊ അങ്ങനെ നമ്മുടെ അലീന നെടുമ്പരിക്കൽ വീട് വിട്ടിറങ്ങി പോയിരിക്കുകയാണ്. അലീന സ്റ്റാൻലിയുടെ മകളായി കഴിഞ്ഞിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞു. അതിനുശേഷമാണ് മനു അലീനയെ കാണാൻ വരികയാണ് കേട്ടോ. അതിനു മുൻപേ 2 തവണ മനു അലീനയെ കാണാൻ വന്നിട്ടുണ്ട്. ഒരു വട്ടം മനു ഉച്ചയ്ക്കും പിന്നെ ഒരു വട്ടം രോഹിത്തിനെയും കൂട്ടിയിട്ടാണ് മനു അലീനയെ കാണാൻ കൊളത്തൂപ്പുഴയില് സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് പോയത് കേട്ടോ. പക്ഷെ ബാലചന്ദ്രൻ അല്ലാതെ അലീനയെ കാണാൻ നെടുമ്പുരക്കൽ വീട്ടിൽ നിന്നോ കൈതക്കൽ മാളിക വീട്ടിൽ നിന്നോ ആരും വരുന്നത് സ്റ്റാൻലിക്ക് ഇഷ്ടമായിരുന്നില്ല കേട്ടോ. അലീന തന്റെ മാത്രം മകളാണ്. തന്റെ അന്തസ്സിനും ഒന്നും യോജിച്ച ആൾക്കാരല്ല ആ കുടുംബത്തിലുള്ളവരോ ആരും. അത് തന്നെ ചതിച്ചവരാണ്, തന്നെ വഞ്ചിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിൽ നിന്ന് ഒരാളും ഈ പടി ചവിട്ടി വരുന്നത് സ്റ്റാൻലി ജോസഫിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരുന്നു കേട്ടോ. പക്ഷെ 2 വട്ടം അവര് വന്നപ്പോഴും അലീനയുടെ സന്തോഷം കണ്ട് അലീനയ്ക്ക് അവരെത്രമാത്രം പ്രിയപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് തന്റെ ദേഷ്യവും വാശിയും ഒക്കെ സ്റ്റാൻലി ജോസഫ് ഒന്ന് ഒതുക്കി വെച്ചിരുന്നത് കേട്ടോ. പിന്നെയും കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മനു വീണ്ടും അലീനയെ കാണാൻ വരികയാണ് കേട്ടോ. അലീനയ്ക്ക് ചെറിയൊരു അപകടം പറ്റി കാലിൽ പ്ലാസ്റ്ററൊക്കെ ഇട്ട് ഇരിക്കുന്ന സമയത്ത് അലീനയെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, അവൾക്ക് എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് മനു അലീനയെ കാണാൻ വരികയാണ് കേട്ടോ. പക്ഷെ ആ കൂടിക്കാഴ്ച ഒരിക്കലും സ്റ്റാൻലി ജോസഫിന് ഇഷ്ടപ്പെടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം മനു അലീനയെ സ്നേഹിക്കുന്നുണ്ട്, അലീനയ്ക്ക് തിരിച്ചും മനുവിനോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ട് എന്ന് സ്റ്റാൻലി ജോസഫ് മനസ്സിലാക്കിയിരുന്ന നിമിഷങ്ങളായിരുന്നു കേട്ടോ അതിനു മുന്നുള്ള ദിവസങ്ങളൊക്കെ. അതിനുശേഷമാണ് മനു ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്. മനുവുമായിട്ടുള്ള ബന്ധം ഒരിക്കലും സ്റ്റാൻലി ജോസഫ് അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. മനു വരുന്നതിന് മുന്നേ തന്നെ ചെറിയൊരു സൂചന അലീനയ്ക്ക് സ്റ്റാൻലി ജോസഫ് നൽകിയിരുന്നു. ഈ ബന്ധം തനിക്ക് ഇഷ്ടമല്ലാന്നും നീ അതിനെ മറക്കണം, ഈ ബന്ധമായിട്ട് മുന്നോട്ട് പോവാനാണ് നീ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ ഒട്ടും സമ്മതിക്കില്ല. ഒരു ക്രിസ്ത്യാനി ഹിന്ദു ആ ബന്ധം നമുക്ക് വേണ്ട. പിന്നെ കൈതക്കൽ മാളിക വീട്ടിലുള്ളവനാണ് അവൻ. ആ വീട്ടിലെല്ലാവരും ചതിയന്മാരാണ്. അങ്ങനെ ഒരു വീട്ടിലേക്ക് നിന്നെ കല്യാണം കഴിപ്പിച്ചു വിടാൻ എനിക്ക് ഒട്ടും സമ്മതമല്ല, താല്പര്യമില്ല. നിന്റെ ജ്യേഷ്ഠന്റെ സ്ഥാനത്താണ് മനു വരിക, അങ്ങനെ അവനെ കാണാൻ പാടുള്ളൂ എന്നൊക്കെ അലീനയ്ക്ക് ഒരു ചെറിയ ക്ലാസ് തന്നെ സ്റ്റാൻലി ജോസഫ് നൽകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അലീന അതൊന്നും ചെവിക്കൊണ്ടില്ല. കാരണം മനുവിനെ ഒരിക്കലും വേണ്ടെന്ന് വെക്കാൻ അല്ലെങ്കിൽ മനുവിനെ ഉപേക്ഷിക്കാൻ അലീനയ്ക്ക് കഴിയില്ല. തനിക്ക് താങ്ങും തണലുമായിട്ട് നിന്നിരുന്ന ആളാണ് മനുവേട്ടനെ താൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് അലീനയ്ക്ക് നന്നായിട്ട് അറിയാം. മനുവിനും അതുപോലെ തന്നെയാണ്. മനുവിന് അലീന എന്ന് വെച്ചാൽ ജീവനാണ് എന്നൊക്കെ അലീനയ്ക്ക് അറിയാം. ഈ ഇത്രയും തന്നെ സ്നേഹിക്കുന്ന ഒരു പുരുഷനെ ഒരിക്കലും വേണ്ടെന്ന് വെക്കാൻ അലീനയ്ക്ക് കഴിയില്ല. അലീന അത് തുറന്ന് തന്നെ സ്റ്റാൻലി ജോസഫിനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെ മനു ആ ദിവസം അലീനയെ കാണാൻ വരുന്നുണ്ട്. അലീന ഏറെ സന്തോഷവതിയാവുന്നുണ്ട് കേട്ടോ മനുവിനെ കാണുന്നതും. പക്ഷെ അവതക്കുട്ടി ചായനും സ്റ്റാൻലി ജോസഫിനും ഒന്നും മനു അങ്ങോട്ട് വന്നത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അവരുടെ മുഖത്തു നിന്ന് അത് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് മനു കണ്ട ഭാവമേ നടിക്കുന്നില്ല. മനുവിനെ അവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല, അലീനയെ മാത്രം കണ്ടാൽ മതി. അലീനയ്ക്ക് എങ്ങനെയുണ്ട്, അലീനയുടെ വിവരങ്ങൾ അറിഞ്ഞാൽ മാത്രം മതി മനുവിന്. അങ്ങനെ മനു കുറെ സമയം അലീനയോട് സംസാരിക്കാൻ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അലീനയോട് സംസാരിക്കാൻ അവരെ അനുവദിക്കുന്നില്ല കേട്ടോ. കുറെ നേരം മുത്തശ്ശന്റെ കൂടെയും സ്റ്റാൻലി ജോസഫിന്റെ കൂടെയും പിന്നെ അവിടുത്തെ ജോലിക്കാരുടെ കൂടെയൊക്കെ മനു സംസാരിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെയാണ് റൂമിലേക്ക് കടന്നു ചെല്ലുന്നത് കേട്ടോ. അലീന ആ കട്ടിലിൽ കാലും കയറ്റി വെച്ചിട്ട് പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അലീനയുടെ നേരെ താഴെ 2 പട്ടികളും കിടക്കുന്നുണ്ടായിരിക്കും. മനു ആ റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ പട്ടികള് പെട്ടെന്ന് എണീച്ച് കുറയ്ക്കാൻ തുടങ്ങി. അപ്പം അലീന അവരെ തടയുന്നുണ്ട് കേട്ടോ. അലീനയുടെ ശാസനം കാരണം അവര് അവിടെ പതുങ്ങി കിടക്കുന്നുണ്ട്. അങ്ങനെ മനുവും അലീനയും സംസാരിക്കാൻ തുടങ്ങി. മനു പറയുന്നുണ്ട്, ഞാനിവിടെ വന്നത് ആർക്കും ഇഷ്ടമായിട്ടില്ല അല്ലെ, ഇവർക്ക് ആർക്കും എന്നെ ഇഷ്ടമല്ല എന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ ബന്ധത്തെയും അവര് അങ്ങനെ തന്നെ ആയിരിക്കൂല്ലേ. ഓ, സമ്മതം മൂളിയോ അലീന എന്ന് ചോദിക്കുമ്പോ അലീന പറയുന്നുണ്ട്, ഇല്ല മനുവേട്ട, അച്ഛനും അപ്പച്ചനും ഒന്നും ഇഷ്ടമല്ല നമ്മുടെ ബന്ധം. 2 ജാതിയാണ്, 2 മതമാണ്. പിന്നെ മനുവേട്ടന്റെ വീട്ടുകാരെ പപ്പയ്ക്ക് തീരെ ഇഷ്ടമല്ലല്ലോ. അതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോ മനു പറയുന്നുണ്ട്, അതൊക്കെ നോക്കിയിരിക്കാൻ പറ്റുമോ അലീനെ? എല്ലാ കാര്യത്തിലും അച്ഛനമ്മമാരുടെ ഇഷ്ടം നോക്കാൻ പറ്റുമോ? നീ എന്തു പറഞ്ഞു? എന്നെ മറക്കാന്ന് നീ പറഞ്ഞോ? എന്നെ ഉപേക്ഷിക്കാന്ന് നീ പറഞ്ഞോ? എന്നൊക്കെ മനു ചോദിക്കുന്നുണ്ട്. അപ്പൊ അലീന പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ പറയും മനുവേട്ടാ, നമുക്ക് കാത്തിരിക്കാം. എന്തായാലും പപ്പേനെ വിഷമിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങി വരുമെന്നൊന്നും മനുവേട്ടൻ വിചാരിക്കണ്ട കേട്ടോ. അതൊന്നും നടക്കുന്ന കാര്യമല്ല. പപ്പ സമ്മതിക്കും. പപ്പ സമ്മതിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, കാത്തിരിക്കാം. ഇത്ര നമ്മൾ കാത്തില്ലേ?
എത്ര കാലം കാത്തിരിക്കണം? നീ അതൊന്ന് പറഞ്ഞതായോ? ഒരു സമയം, ഒരു കൃത്യമായ സമയം പറഞ്ഞതാ. ഞാൻ കാത്തിരിക്കാൻ റെഡിയാണ്. നിനക്ക് വേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാം. പക്ഷെ നീ എന്റേതാവുമെന്നൊരു ഉറപ്പ് എനിക്ക് വേണം. ഇപ്പൊ എനിക്ക് ആ ഉറപ്പില്ല ലീന. നീ നെടുമ്പുരയ്ക്കൽ വീട്ടിലായിരുന്നപ്പോ, നിനക്ക് ആരും ഇല്ലാഞ്ഞിട്ടപ്പോ എനിക്ക് ഉറപ്പായിരുന്നു നീ എന്റേതാവുമെന്ന്. പക്ഷെ ഇന്ന് നിനക്ക് കുറെ കുടുംബക്കാരുണ്ട്, നിന്നെ നോക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, നിനക്ക് വലിയ വലിയ ബന്ധങ്ങൾ ആലോചിക്കാൻ പപ്പയും അപ്പച്ചനും ഒക്കെ ഉണ്ട്. അവരുടെ ഇടയിൽ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി നിനക്ക് എന്നെ മറക്കേണ്ടി വരുമോ? എന്താ മനുവേട്ടൻ പറയുന്നത്? അങ്ങനെ ഒന്നും നടക്കില്ല. എത്രയൊക്കെ കാത്തിരിക്കേണ്ടി വന്നാലും പപ്പ എത്രയൊക്കെ വാശി പിടിച്ചാലും ഞാൻ മനുവേട്ടനെ കല്യാണം കഴിക്കൂ. എനിക്ക് മനുവേട്ടൻ മാത്രം മതി. അത് ഞാൻ പപ്പയുടെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യങ്ങളാണ്. അതിലൊരു മാറ്റം ഉണ്ടായിരിക്കില്ല. ഞാനല്ലേ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അവര് പിന്നീട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിൽ സംസാരം നീണ്ടു നീണ്ടു പോകുന്നുണ്ട് കേട്ടോ. അതിന്റെ ഇടയ്ക്ക് സ്റ്റാൻലി ജോസഫ് ഇടയ്ക്കിടയ്ക്ക് വന്ന് എത്തി നോക്കി പോകുന്നുണ്ട് കേട്ടോ. സ്റ്റാൻലി ജോസഫിന് അത് തീരെ പിടിക്കുന്നില്ല കേട്ടോ. അങ്ങനെ അവസാനം സഹി കെട്ട് സ്റ്റാൻലി ജോസഫ് അവരുടെ സംസാരത്തിലേക്ക് ഇടയിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. അത് കണ്ടതും സ്റ്റാൻലി ജോസഫ് വരുന്നത് കണ്ടതും മനു പെട്ടെന്ന് എണീക്കുന്നുണ്ട്. എണീച്ചിട്ട് ബഹുമാനപൂർവ്വം എണീക്കുന്നുണ്ട്. പക്ഷെ സ്റ്റാൻലി ജോസഫിന്റെ മുഖത്ത് ആകെ ഒരു ഗൗരവമായിരുന്നു കേട്ടോ. അപ്പൊ തന്നെ അലീനയ്ക്കും മനുവിനും കാര്യം മനസ്സിലായി. ഞങ്ങൾ ഇത്ര നേരം ഈ റൂമിൽ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചത് അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം മനുവിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായി, പോവാറായില്ലേ? ഇനിയും വൈകി കഴിഞ്ഞാൽ നിനക്ക് നിന്റെ ജോലി സ്ഥലത്ത് എത്താൻ ഒരുപാട് സമയമാവും എന്നൊക്കെ സ്റ്റാൻലി ജോസഫ് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, ഞാൻ ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് എണീക്കുന്നുണ്ട് കേട്ടോ. അപ്പോ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, മനുവേട്ട എന്നെ ഒന്ന് പിടിക്കുവോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. മടിച്ച് സ്റ്റാൻലി ജോസഫിനെ നോക്കി അലീനെ മനു കോരി എടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും സ്റ്റാൻലി ജോസഫിന് ഇഷ്ടമാവുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിടിച്ച് സിറ്റ് ഔട്ടിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ട്. അങ്ങനെ ബാഗൊക്കെ എടുത്ത് സ്റ്റാൻലി ജോസഫാണ് മനുവിനെ കൊണ്ടു ചെന്നാക്കാം എന്ന് ഏറ്റിരുന്നത് കേട്ടോ. അങ്ങനെ സ്റ്റാൻലി ജോസഫിനെ എനിക്ക് തന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഇവിടെ വെച്ച് വേണ്ട, നമുക്കൊന്ന് പുറത്തു പോയി വന്നാലോ എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി ജോസഫ് മനുവിനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. മനുവിന്റെ കാറിലും സ്റ്റാൻലി ജോസഫ് അദ്ദേഹത്തിന്റെ വണ്ടിയിലുമായിരിക്കും കേട്ടോ യാത്ര ചെയ്യുന്നത്. കാരണം അവിടെ നിന്ന് ഇവരുടെ സംസാരം കഴിഞ്ഞ് നേരെ തിരിച്ച് എറണാകുളത്തേക്ക് പോവാം എന്നായിരുന്നു മനു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ രണ്ടുപേരും പോകുന്നുണ്ട്. അങ്ങനെ ഒരു വിജനമായ സ്ഥലത്ത് സ്റ്റാൻലി ജോസഫ് കാർ നിർത്തുന്നുണ്ട് കേട്ടോ. മനുവിന്റെ കാറും അവിടെ തന്നെ നിർത്തുന്നുണ്ട്. അങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് സ്റ്റാൻലി ജോസഫുമായിട്ട് മനു സംസാരിക്കുന്നുണ്ട് കേട്ടോ. സ്റ്റാൻലി ജോസഫ് കല്യാണക്കാര്യമായിരിക്കും പറയാൻ പോകുന്നതെന്ന് മനുവിന് തീർച്ചയുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് സ്റ്റാൻലി ജോസഫ് മനുവിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? പറയുമ്പോൾ IT പ്രൊഫഷണൽ ആണ്, നല്ല ശമ്പളമൊക്കെ ഉണ്ടാവുന്നത് ജോലിക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഉണ്ടാവും, ഒരു കുടുംബം പോറ്റാനുള്ള സാലറി ഒക്കെ ഉണ്ടോ? അത്യാവശ്യമൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീയും അലീനയും തമ്മിലുള്ള ബന്ധം എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ബന്ധമല്ല. അത് ഞാൻ നിന്നോട് തുറന്നു പറയാലോ. എനിക്ക് നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. ഒന്നാമത് നിന്റെ വീട്ടുകാരെ എനിക്ക് തീരെ ഇഷ്ടമല്ല. ആ വീട്ടിലേക്ക് എന്റെ മകളെ നൽകിക്കാൻ ഞാൻ ഒട്ടും അനുവദിക്കില്ല. അവളും നീയുമായിട്ടുള്ള ബന്ധം ഒരിക്കലും ശരിയാവില്ല മനു, നീ അത് മറന്നേക്ക്. പിന്നെ അവളൊരു ദാനശീലയാണ്. അവള് കിട്ടുന്ന പൈസ മുഴുവൻ അനാഥർക്ക് ചെലവാക്കേ ചെയ്യുള്ളൂ. അതൊക്കെ താങ്ങാൻ നിനക്ക് പറ്റുമോ? എന്റെ മകളെ ഞാൻ കല്യാണം കഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ധനികനായിട്ടുള്ള ആൾക്കാണ്. അവള് സന്തോഷവതിയായിട്ട് സമ്പന്നയായിട്ട് ജീവിക്കുന്നതാണ് എനിക്ക് കാണേണ്ടത്. അങ്ങനെയുള്ള ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനാണ് എനിക്ക് ആഗ്രഹം. അവൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവൾക്ക് ചെയ്യണം. അതിന് പൈസയ്ക്കൊരു പ്രശ്നം അവൾക്ക് തോന്നരുത്. അവൾക്ക് ആരെയൊക്കെ സഹായിക്കാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതൊക്കെ അവൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഞാൻ അവളെ വിവാഹം കഴിച്ചു കൊടുക്കുള്ളൂ. അങ്ങനെയൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല മനു. നിനക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ. നിനക്കും പല ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. പുതിയ കാറ് വാങ്ങണം, പുതിയ വീട് വെക്കണം, തന്റെ കുട്ടികളെ ഇത്രയും നല്ല സ്കൂളുകളിൽ ചേർക്കണം, അങ്ങനെ പല ആഗ്രഹങ്ങളും നിനക്കുണ്ടാകും. പക്ഷെ അവൾക്ക് അങ്ങനെയൊന്നും ആയിരിക്കില്ല. കിട്ടുന്ന പൈസ ഇപ്പൊ ഒരു 50,000 നീ അവളുടെ സേവ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ 50,000 കൊണ്ട് ഒരു അനാഥാലയത്തിൽ ചോറോ ഭക്ഷണമോ കൊടുക്കാനാവും അവൾ ആഗ്രഹിക്കുക. അല്ലെങ്കിൽ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാനായിരിക്കും. ആദ്യമൊക്കെ നീ അത് സഹിച്ചെന്ന് വരും. പിന്നെ ആ കുടുംബത്തിൽ ഒത്തുപോകാൻ നിനക്ക് കഴിഞ്ഞില്ലെന്ന് വരും. കാരണം ഒരു ഗൃഹനാഥൻ കിട്ടുന്ന ശമ്പളത്തില് ചുരുക്കൂട്ടി വെച്ച് ആ വീട്ടിലെ കാര്യങ്ങൾ നടത്തുമ്പോ ഇപ്പുറത്ത് ഇവളത് ദാനം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിനക്കത് സഹിക്കും മനു?
ആലോചിച്ചു വേണം മറുപടി പറയാൻ എന്നൊക്കെ സ്റ്റാലിനി പറയുന്നുണ്ട്. അപ്പൊ മനു ഓർക്കുന്നുണ്ട്, ഇയാൾ എനിക്കിട്ട് കുരുക്കുകള് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് മനു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. മനു പറയുന്നുണ്ട്, അങ്കിള് പറഞ്ഞതൊക്കെ ശരിയാണ്. ഞാൻ സേവ് ചെയ്യുന്ന പൈസ എടുത്ത് അലീന ചെലവാക്കി കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ദേഷ്യം വന്നേക്കും. പക്ഷെ അലീന അങ്ങനെ പൈസയ്ക്ക് ആർത്തി പിടിക്കുന്ന ഒരാളോ കിട്ടുന്ന പൈസ മുഴുവൻ അനാഥാലയത്തിൽ ചെലവാക്കുന്ന ആളോ അല്ല. അവൾക്ക് അങ്ങനത്തെ ആഗ്രഹം ഉണ്ടെന്നൊക്കെ എനിക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടി ഞാനൊരു പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കും. അതിന്റെ പലിശ കൊണ്ടോ അല്ലെങ്കിൽ ആ പൈസ കൊണ്ടോ അവൾക്ക് അവളുടെ കാര്യങ്ങൾ ചെയ്യാം. അവൾക്ക് ആരെങ്കിലും സഹായിക്കാനോ ആർക്ക് എന്തെങ്കിലും വസ്ത്രം വാങ്ങി കൊടുക്കാനോ അവൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവൾക്ക് ആ പൈസ കൊണ്ട് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ ഞാൻ സേവ് ചെയ്യുന്ന പൈസ കൊണ്ട് ഞാൻ ചെയ്യും. അങ്ങനെ ആലോചിക്കാലോ. അനുവിൽ നിന്ന് അങ്ങനെ ഒരു മറുപടി ഒരിക്കലും സ്റ്റാൻലി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നീട് പറയുന്നുണ്ട്, നീ ഒരു IT പ്രൊഫഷണലാണ്, എറണാകുളത്ത് സെറ്റിൽ ആവും നിനക്കൊക്കെ ഇഷ്ടം. അപ്പൊ ആ കമ്പനിയിൽ നിനക്ക് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരിക്കാം, സ്ത്രീ സൗഹൃദങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അവരിൽ ആരെങ്കിലും നിനക്ക് കല്യാണം കഴിച്ചാൽ പോരെ. ഇന്നത്തെ കാലത്ത് മതവും ജാതിയും മറാഠിയും ഹിന്ദു ബംഗാളിയും ഒക്കെ ആവാം, അവരെയൊന്നും ആരും നോക്കുന്നുണ്ടായിരിക്കില്ല. മതവും ജാതിയും നോക്കാത്ത ഈ കാലത്ത് നിങ്ങൾക്കൊക്കെ ഏത് ആൾക്കാരെ വേണിച്ചാലും കല്യാണം കഴിക്കാലോ. പിന്നെ എന്തിനാ നീ ഈ പാവം പെൺകുട്ടിയായിട്ടുള്ള ഒന്നുമില്ലാത്തവളായിട്ടുള്ള ഈ അലീനയെ തന്നെ തേടിപ്പിടിച്ചത്? ഭംഗി മാത്രമല്ലല്ലോ അങ്കിളെ വേണ്ടത്, മനസ്സ് എന്ന് പറഞ്ഞൊരു സാധനം കൂടി ഉണ്ടല്ലോ. അലീനയെ ആദ്യം കണ്ട നിമിഷം തൊട്ടേ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. അവളെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് അന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചതാണ്. അത് അവളുടെ മനസ്സും അവളുടെ സ്വഭാവവും കണ്ടിട്ടാണ്, അല്ലാതെ അലീനയുടെ സൗന്ദര്യം കണ്ടിട്ടോ അലീനയുടെ പണവും പ്രതാപവും കണ്ടിട്ടോ ഒന്നുമല്ല. അവൾ ആരും അല്ലാതിരുന്ന കാലത്തും എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. അന്ന് ഞാൻ അവളെ സ്നേഹിച്ചു തുടങ്ങിയതാണ്. അതിൽ ഇനി ഒരു മാറ്റം ഉണ്ടായിരിക്കില്ല എന്ന് മനു മുഖത്തടിച്ച പോലെ പറയുന്നുണ്ട് കേട്ടോ. അത് സ്റ്റാൻലി ജോസഫിന് ഇഷ്ടമായിട്ടില്ല കേട്ടോ. അപ്പൊ സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്, നീ എന്തൊക്കെ പറഞ്ഞാലും നീ എന്തൊക്കെ കിണഞ്ഞു പരിശ്രമിച്ചാലും കൈതക്കൽ മാളിക വീട്ടിലെ ഒരു സന്തതിക്ക് ഞാൻ എന്റെ മകളെ വിവാഹം കഴിച്ചു തരില്ല. അത് വിചാരിച്ചിട്ട് നീ മനക്കോട്ട കെട്ടണ്ട. അലീന ഈ റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിന്റെ മകളാണെച്ചാൽ എന്റെ പ്രൗഢിക്കും പ്രതാപത്തിനും ഒത്തൊരു ബന്ധം മാത്രമേ ഞാൻ എന്റെ മകൾക്ക് ആലോചിക്കൂ. അവൾക്ക് ലാവിഷായിട്ട് ജീവിക്കാൻ പറ്റുന്ന, അവളെ രാജകുമാരിയായിട്ട് നോക്കുന്ന ഒരു സമ്പന്നനായ ഒരാൾക്ക്, ഒരു സമ്പന്ന കുടുംബത്തിലേക്ക് ഞാൻ എന്റെ മകളെ കെട്ടിച്ചയക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നീ ഇനി അവളെ കാണാനോ അവളോട് സംസാരിക്കാനോ ശ്രമിക്കരുത്. അവളുമായി ബന്ധം പുതുക്കാനോ അവളെ സ്നേഹിക്കാനോ അവളോട് സംസാരിക്കാനോ ഇനി എന്റെ വീടിന്റെ പടി നീ ചവിട്ടിപ്പോവരുത്. നീ എന്നല്ല ഒരാളും ഈ വീടിന്റെ പടി ചവിട്ടി വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്റെ മകളെ ഇത്രയും കാലം 23-24 വർഷം അനാഥയായി ജീവിക്കേണ്ടി വന്നത് നിങ്ങളും നിങ്ങളുടെ കുടുംബക്കാരും കാരണം മാത്രമാണ്. എന്റെ മകളെ എന്നിൽ നിന്ന് അകറ്റിയ കുടുംബത്തിലേക്ക് എന്റെ മകളെ ഇനി നരകിക്കാൻ ഞാൻ പറഞ്ഞയക്കണോ? അതൊരിക്കലും സംഭവ്യമല്ല. അതുകൊണ്ട് തന്നെ പറയാണ്, ഈ ദിവസം നീ അലീനയെ കണ്ടു, അത് ശരി. ഇനി ഒരിക്കലും അലീനയെ കാണാനെന്ന വ്യാജേന ആ വീട്ടിലേക്ക് കടന്നു വരരുത്. ഇത് നിനക്കുള്ള അവസാനത്തെ വാണിംഗ് ആണ്. ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്യും മനു. നീയുമായിട്ടുള്ള ബന്ധം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അലീനയെ എങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി അലീനയെ സ്വപ്നം കണ്ട് നീ ജീവിക്കേണ്ട. നിന്റെ അന്തസ്സിനും പ്രൗഢിക്കും നിന്റെ പ്രതാപത്തിനും അനുസരിച്ചൊരു ബന്ധം നിന്റെ വീട്ടുകാർ കണ്ടെത്തി തരും, അല്ലെങ്കിൽ നീ കണ്ടെത്തിക്കോളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്റെ മകളെ നിനക്ക് യോജിച്ചവളല്ല. അത് അങ്കിളിന്റെ മാത്രം മകളൊന്നും അല്ലല്ലോ, അവൾക്കൊരു അമ്മ കൂടി ഉണ്ടല്ലോ. ഉണ്ടായിരിക്കാം. ഇത്രയും കാലം ആ മകളെ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞത്. ഇനി എന്തിനു നിങ്ങൾക്ക് അവളെ നിങ്ങൾക്ക് വേണ്ട. അവളെ നിങ്ങൾക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ തീരുമാനിച്ചിട്ടുമില്ല. ഈ സ്റ്റാൻലി ജോസഫിന്റെ മകളാണെങ്കിൽ ഞാൻ പറയുന്നത് അവൾ അനുസരിക്കും, ഞാൻ പറയുന്നതേ അവൾ അനുസരിക്കൂ എന്നും പറഞ്ഞ് സ്റ്റാൻലി ജോസഫ് വണ്ടിയിൽ കയറി തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. മനുവിന് ആകെ അടിയേറ്റ പോലെ ആയിരുന്നു കേട്ടോ. അലീന തന്നിൽ നിന്ന് വിട്ടു പോവുകയാണ് എന്നുള്ള സത്യം മനു മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ആരും ഇല്ലാത്ത സമയത്ത് അവളെ ഏറെ സ്നേഹിച്ചിരുന്ന മനുവിന് അവളെ നഷ്ടമാകും എന്നൊരു പേടി അവൾ നെടുമ്പരക്കൽ വീട്ടിൽ നിന്ന് പോകുമ്പോ തൊട്ടേ മനുവിന് ആ പേടി ഉണ്ടായിരുന്നു കേട്ടോ. അലീന തന്നെ വിട്ടു പോകുമോ, തനിക്കിനി അലീനയുമായിട്ട് സംസാരിക്കാനോ ഇടപഴകാനോ ഒന്നും സാധിക്കില്ല എന്നുള്ളൊരു പേടി മനുവിനുണ്ടായിരുന്നു. അത് സത്യമാവുകയാണ് കേട്ടോ. താനും അലീനയുമായിട്ടുള്ള കല്യാണം ഒരിക്കലും സ്റ്റാൻലി ജോസഫ് നടത്തി തരില്ല എന്ന് മനുവിന് മനസ്സിലാവുന്നുണ്ട്. സ്റ്റാൻലി ജോസഫ് നടത്തി തരാതെ അലീന ഒരിക്കലും തന്റെ കൂടെ ജീവിക്കാൻ തയ്യാറാവില്ല എന്ന സത്യവും മനു തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. ഇനി അലീനയ്ക്ക് വേണ്ടി ഒരു നീണ്ട കാത്തിരിപ്പിലാണ് മനു പിന്നീട് ഉണ്ടാവുക കേട്ടോ. പിന്നീട് സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിലേക്ക് അലീനയെ കാണാൻ വേണ്ടി മനു പോവില്ല കേട്ടോ. അപ്പൊ അങ്ങനത്തെ എപ്പിസോഡ്സ് ഒക്കെ വരാൻ പോകുന്നുണ്ട്. മനുവിന്റെ പക്കൽ നിന്ന് അലീന ദൂരേക്ക് പോവുകയാണ്. എല്ലാവരെയും
നെടുമ്പുരയ്ക്കൽ വീട്ടുകാരെയും കൈതക്കൽ വീട്ടുകാരെയും എല്ലാവരെയും അലീനയിൽ നിന്ന് അകറ്റാനാണ് സ്റ്റാൻലി ജോസഫ് നോക്കുക കേട്ടോ. അത് അലീനയ്ക്ക് ഇഷ്ടപ്പെടാത്ത രംഗങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.